മഴക്കാലം തുടങ്ങിയാൽ മാന്നാർ പഞ്ചായത്തിലെ 18-ാം വാർഡിലെ കൊച്ചുതറ നിവാസികൾക്ക് ദുരിതകാലമാണ്. ഒരു മഴ പെയ്താൽ തുടങ്ങുന്ന ദുരിതം ഒരു മഴക്കാലം കഴിഞ്ഞാലും മായാതെ കിടക്കും. വെള്ളപ്പൊക്കം മാത്രമല്ല, രോഗാണുക്കൾ നിറഞ്ഞ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരവും മാറാവ്യാധികളും ഇവർക്കെന്നും ദുരിതങ്ങളാണ് സമ്മാനിക്കുന്നത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ പൊതുവൂർ ഭാഗത്തേക്ക് തിരിയുന്നിടത്താണ് കൊച്ചുതറ പ്രദേശം. കൊച്ചുതറയിൽ വെള്ളം കയറുന്നതോടെ മാറാവ്യാധികളും കടന്നുകൂടും. മാലിന്യങ്ങൾ നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് സംവിധാനമില്ലാത്തത് ദുരിതത്തിന് ആക്കം കൂട്ടും. വർഷങ്ങളായി മഴക്കെടുതിയിൽ നട്ടം തിരിയുന്ന ഇവിടുത്തെ കുടുംബങ്ങൾ ഈ മഴക്കാലത്തും പുറം ലോകത്തേക്കിറങ്ങാൻ മലിനജലത്തിലൂടെയാണ് നീന്തിക്കയറുന്നത്. ഇവിടെ ഏതാണ്ട് 22 കുടുംബങ്ങളുണ്ട് താമസം. 1-2 നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെയെല്ലാം വെള്ളം കയറുന്ന പ്രദേശമാണ്. ഇവിടെ ആണെങ്കിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് പിച്ചിങ് കെട്ടായി തരാം എന്ന് നമ്മുടെ സർക്കാർ നവകേരള സദസ്സിന് പങ്കെടുത്തപ്പോൾ എനിക്കത് 185 മീറ്റർ വീടിൻ്റെ മുൻവശത്തൂടെ ഈ പാടത്തിൻ്റെ വഴിയെ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് എനിക്ക് അവിടുന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. ആ ലെറ്റർ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേവരെ അത് നടന്നിട്ടില്ല. ഈ കാണുന്ന കലിങ്ങിൻ്റെ അവിടെ മുതൽ ഇങ്ങോട്ട് ഈ 185 മീറ്ററിന് ഒന്നുകൂടെ പൊക്കി മണ്ണിട്ട് നിർത്തിയാൽ ചിലപ്പം ആദ്യത്തെ ഇതുപോലുള്ള വെള്ളപ്പൊക്കമൊന്നും പെരയ്ക്കകത്ത് കയറിയാലും ഞങ്ങളുടെ വഴിയിൽ പോലും ഇറങ്ങത്തില്ല. 22 വീട്ടുകാരെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ തന്നെ ഏതാണ്ട് 4, 5, 6 കുടുംബങ്ങളുണ്ട്. അതിനകത്ത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് കെട്ടി വൃത്തിയാക്കി തന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും. അപ്പർ കുട്ടനാടൻ മേഖലയായ കുരട്ടിശ്ശേരി പുഞ്ചയിലെ കരിക്കോട് പാടത്തോട് ചേർന്നു കിടക്കുന്ന കൊച്ചുതറ ഭാഗം മഴ പെയ്താൽ പ്രദേശമാകെ വെള്ളത്തിലാകും. പൊതുവൂർ റോഡിൽ നിന്ന് 1.5 മീറ്ററോളം താഴ്ചയിലാണ് ഈ പ്രദേശം എന്നതിനാൽ വെള്ളക്കെട്ട് ഒഴിയാറില്ല. ഇവിടെ 30 വീടുകളിലായി 100ഓളം പേരാണ് താമസിക്കുന്നത്. 6 മാസം വെള്ളത്തിലും 6 മാസം കരയിലും ജീവിക്കുന്നവരാണിവർ. ഇവിടുത്തെ കിണറുകളിലെ വെള്ളം കുടിക്കുവാനോ പാചകം ചെയ്യുന്നതിനോ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. മണപ്പുറത്തു നിന്നും കൊച്ചുതറയിലേക്ക് പൈപ്പ് ലൈൻ വഴി വെള്ളം എത്തിയിരുന്നുവെങ്കിലും 1 വർഷത്തോളമായി മോട്ടോർ കേടായി പ്രവർത്തനം നിലച്ചതോടെ ജൽജീവൻ പദ്ധതിയാണ് ആകെയുള്ള ആശ്രയം. 2010-2015 കാലയളവിൽ റോഡും സ്ഥലവും ഉയർത്തി സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും പണി ഏറ്റെടുക്കുവാൻ ആരും തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.